പ്രകൃതി രീതികൾ പ്രചരിപ്പിക്കാൻ സർക്കാരിന് കഴിയുക പ്രയാസമാണ്. അതിന് ശ്രമിച്ചാൽ ആ സർക്കാരിനെ പിറ്റേ ആഴ്ചയിൽ മറിച്ചിടും. അത്രയ്ക്ക് മണി പവറാണ് മരുന്ന് കമ്പനികൾക്കുള്ളത്. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, നമുക്കതിനു വേണ്ടി ശ്രമിക്കേണ്ട, അതിനുവേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അടുത്ത കാലത്തെങ്ങും സർക്കാർ വഴി നടക്കുകയില്ല. എന്തിനാണ് ഇതിന് സർക്കാർ? നമ്മളൊക്കെ നേരായ വഴിക്ക് നല്ല ആഹാരം കഴിച്ച് നല്ല യോഗയൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ എന്താ കുഴപ്പമുള്ളത്? അങ്ങനെ നടക്കും. അങ്ങനെ ജനങ്ങളിലൂടെ മാറ്റം വന്നാലല്ലാതെ ഇത് നടക്കില്ല. ഇപ്പോൾ മാവോ സേത്തുങ് വലിയ ലോങ് മാർച്ച് നടത്തി ചൈനയെ പിടിച്ചെടുത്ത് കമ്മ്യൂണിസമാക്കാൻ നോക്കി. വലിയ ബലപ്രയോഗം വേണ്ടി വന്നു. എന്താ കാര്യം? കമ്മ്യൂണിസ്റ്റ് ആകാൻ തയ്യാറില്ലാത്ത ജനങ്ങൾ, അവരെ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന സർക്കാർ, ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകാൻ തയ്യാറല്ല. ഇപ്പോൾ സർക്കാർ ബലം പ്രയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങൾ ചെറുക്കാൻ തുടങ്ങി. അപ്പോൾ കൂടുതൽ ബലം പ്രയോഗിക്കാൻ തുടങ്ങി. അവസാനം ഗതി എന്തായെന്ന് നമുക്കറിയാം. റഷ്യയിൽ സ്റ്റാലിനൊക്കെ കൊന്നു തള്ളിയവരുടെ കണക്ക് നമുക്ക് കേട്ടാൽ തലപെരുക്കും. ലക്ഷക്കണക്കിന് ആളുകളെയാണ് കമ്മ്യൂണിസ്റ്റ് ആകാൻ എതിര് നിൽക്കാനായിട്ടുള്ളവരെ കൊന്നു തീർത്തിട്ടുള്ളത്. കംബോഡിയയിൽ പോൾ പോട്ടൊക്കെ കൂടെ ഞാൻ അവരുടെ കില്ലർ ഫീൽഡൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അവിടെ കുഴിച്ചപ്പോൾ കിട്ടിയ തലയോട്ടികൾ ഇങ്ങനെ കൂട്ടി വലിയ സ്തൂപം ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. തൂസലെ എന്ന് പറഞ്ഞ അവരുടെ ഒരു ജയിൽ പോയി കണ്ടിട്ടുണ്ട്. അവരുടെ പീഡന ഉപകരണങ്ങളൊക്കെ ഇപ്പോഴും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കമ്മ്യൂണിസത്തിന് എതിര് വരാനിടയുള്ളവരെ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് സത്യം പറയിപ്പിക്കാൻ, കൊല്ലാൻ ജനങ്ങൾ തയ്യാറല്ല മാറാൻ. ഇപ്പോൾ ഗാന്ധി മാർഗം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ ഒരു സർക്കാർ കയറി ഇരുന്നിട്ട് ശ്രമിച്ചാൽ നടക്കുമോ? നിങ്ങൾ ആശയം അടക്കണം, ഉപയോഗം കുറയ്ക്കണം, പ്രകൃതി ഭക്ഷണം കഴിക്കണം. ഞാൻ നാളെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലെല്ലാവരും പ്രകൃതി ഭക്ഷണം കഴിച്ചോളം നിയമം ഇട്ട് കഴിഞ്ഞിട്ട് അത് നടപ്പിലാക്കാൻ പോലീസിനെയും വിട്ട് പോലീസുകാരെ ആളുകളുടെ വെള്ളച്ചോറ് കഴിക്കുന്നവരെ ലാത്തി തല്ലി ഒടിച്ച് നടക്കില്ല. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളിലുണ്ടാകുന്ന മാറ്റം, ആ മാറ്റം ആളുകൾക്ക് ബോധ്യപ്പെട്ടു വരുന്ന ഒരു കാലത്ത് മാത്രമേ കേരളം ഒരു പ്രകൃതി സംസ്ഥാനമാവുകയുള്ളൂ. ജനങ്ങൾ ഗാന്ധിമാർഗത്തെ തിരിച്ചറിഞ്ഞ് ഗാന്ധിമാർഗത്തിലേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ, പെട്ടെന്നുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ മരുന്നുകൾ ഉപയോഗിക്കുന്നതിലൂടെയാണ് പലരും ആന്തരാവയവങ്ങളെ തകർത്തെടുക്കുന്നത്. പ്രത്യേകിച്ച് വേദനയ്ക്ക് വേദനാസംഹാരികൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ കരളിനും വൃക്കകൾക്കും കേടുപറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രകൃതി പ്രഥമ ചികിത്സകൾ എന്നുള്ള എൻ്റെ ഈ പുസ്തകം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യം എനിക്കുറപ്പാണ്. തീപ്പൊള്ളലിൻ്റെ പ്രകൃതി ചികിത്സ, തീ പൊള്ളിയാൽ അതിൻ്റെ പാടുപോലും ഉണ്ടാവാത്ത രീതിയിൽ, കുമളയ്ക്കാത്ത രീതിയിൽ, പൊള്ളി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത രീതിയിൽ അത്രയേറെ ലളിതമാണ്. അതുപോലെയുള്ള ലളിതമായ രീതികളാണ് 23 തരത്തിലുള്ള പ്രയാസങ്ങൾക്ക് ഈ പുസ്തകം നിങ്ങൾക്ക് നൽകുന്നത്. പുസ്തകം തപാലിൽ നിങ്ങൾക്ക് വരുത്താം, ഓൺലൈനിൽ വരുത്താം. 9496044503 അതിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് നിങ്ങളുടെ അഡ്രസ് സഹിതം ഒന്ന് അയച്ചാൽ എൻ്റെ 14 പുസ്തകങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ വരുത്താൻ സാധിക്കും. ഇന്ന് തന്നെ ഈ പുസ്തകത്തിന് ഓർഡർ നൽകണം. 250 രൂപയാണ് ഈ പുസ്തകത്തിൻ്റെ വില. ജനങ്ങൾ ഗാന്ധിമാർഗത്തെ തിരിച്ചറിഞ്ഞ് ഗാന്ധിമാർഗത്തിലേക്ക് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ നാട്ടിലെ ഭരണവും ഗാന്ധിമാർഗത്തിൽ വരും, അല്ലെങ്കിൽ മാർക്സിസത്തിൽ വരും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പോലും മാർക്സിസത്തിലേക്ക് ആളെ കൊണ്ടുവരാൻ ഭരണത്തിലൂടെ നോക്കുകയാണ്. നടക്കില്ല. അത് അവർ കുറേ കൂടെ മോശക്കാരാകുന്നതല്ലാതെ, അവസാനം ജനങ്ങൾ അവരെ ചവിട്ടി പുറത്തിടുന്നതല്ലാതെ ഭരണത്തിൽ കയറിയിട്ട് ജനങ്ങളെ മുഴുവൻ മാർക്സിസ്റ്റുകാരാക്കാനോ BJP-ക്കാരാക്കാനോ പ്രതിക്കാരാക്കാനോ നടക്കില്ല. അത് ശരിയുമല്ല. അവിടെ ബലപ്രയോഗം വേണ്ടി വരും. ആ ബലപ്രയോഗം അന്ത്യഘട്ടത്തിൽ ഇവർക്ക് തന്നെ അപകടമായിട്ട് മാറും. അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് അവർ വളരെ അകന്നു പോവുകയും ചെയ്യും. ഈ അധികാരത്തിന് വേണ്ടി ബലപ്രയോഗമാകാം എന്ന് വാദിച്ചാണ് നെൽസൺ മണ്ടേല ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന് പിളർപ്പൊക്കെ ഉണ്ടാക്കി അക്രമമാവാം അത്യാവശ്യത്തിനെന്ന് പറഞ്ഞിട്ടാണ് അവർ
അതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ ആക്രമത്തിൻ്റെ പേരിലാണ് പിടിച്ച് ജയിലിലാക്കുന്നത്, ഏറ്റവും കൂടുതൽ ജയിലിൽ കിടന്ന മനുഷ്യൻ. പക്ഷെ ജയിലിൽ നിന്ന് പുറത്തു വന്ന അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും അക്രമം പാടില്ല, അക്രമത്തിലൂടെ നമുക്കൊന്നും നേടാൻ സാധിക്കില്ല. ജയിൽവാസം അദ്ദേഹത്തെ പഠിപ്പിച്ചത് അതാണ്. അക്രമം നമ്മൾ കാണുന്ന എല്ലായിടത്തും യുദ്ധമാണ്. ഈ ലോകത്തുണ്ടായ യുദ്ധം മുഴുവൻ അവസാനിച്ചത് എന്തിലാണ്? സമാധാന ഉടമ്പടി ഒപ്പുവെക്കുന്നതിലാണ്. അപ്പോൾ വേണ്ടത് എന്താണ്? യുദ്ധം എന്തിനാണ് നടത്തിയത്? സമാധാന ഉടമ്പടി ഒപ്പുവെക്കാൻ. എന്നാൽ പിന്നെ യുദ്ധം നടത്താതിരുന്നാൽ തന്നെ സമാധാനം ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ബലപ്രയോഗം കൊണ്ടോ ഭരണത്തിലൂടെയോ സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കില്ല. അത് ജനങ്ങളുടെ ഇടയിൽ നടക്കുന്ന പ്രവർത്തനത്തിലൂടെ മാത്രമേ ഉണ്ടാവൂ, അതേ ഉറച്ചു കിട്ടുകയുള്ളൂ. കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സർക്കാർ കൂടെ അനുകൂലമാണെങ്കിൽ കുറച്ചുകൂടെ നന്നായി നടക്കില്ലേ, വേഗത്തിൽ നടക്കില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ആവാം. പക്ഷെ അങ്ങനെ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നൊരു സാധനമല്ല സർക്കാർ. എന്നെ പിടിച്ച് ഞാൻ നാളെ കയറിയിട്ട് മദ്യം നിരോധിച്ചാൽ ഈ നാട്ടിലെ ഗതി എന്താകും? വ്യാജമദ്യം ഉണ്ടാക്കും ആര്? ഇപ്പോൾ ഉള്ള മദ്യവിൽപ്പനക്കാരും. അപ്പോൾ പത്രക്കാരെല്ലാം കൂടി എഴുതും, കണ്ണും മൂക്കില്ലാണ്ട് മദ്യം നിരോധിച്ചുകൊണ്ടാണ് ഇയാൾ രാജിവെക്കണം. എല്ലാ പത്രങ്ങളും കൂടി എഴുതി അവിടെ ഉണ്ടായ 10 മരണം ഇത് കാരണമാണ്, ഇവിടെ ഉണ്ടായ അവസാനം രാജിവെക്കേണ്ടി വരും, പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ട് വരും. കള്ളു കുടിച്ച് കരളും നശിപ്പിച്ച് പ്രതിരോധശേഷിയും നശിപ്പിച്ച് ഭാര്യയും കുട്ടികളും വഴക്കിട്ട് പോയി അതിൻ്റെ നിരാശയും സാമ്പത്തിക കുഴപ്പവും എല്ലാം കൂടി അനുഭവിക്കുന്ന ഘട്ടത്തിൽ ലിവർ പേഷ്യൻ്റായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഒന്നും നടക്കില്ല. ആരോഗ്യമുള്ളൊരു കാലത്ത് അഹങ്കാരം മൂത്ത് കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ച് തമ്പാക്കും പാൻപരാവും ഒക്കെ തിന്ന് അതിൻ്റെ തിരിച്ചടി കിട്ടുന്ന നേരത്ത് സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ഡുകിഞ്ചകരണേ, മരണം വന്ന് വിളിക്കണ നേരത്ത് അല്ലയോ പണ്ഡിത നിന്റെ വ്യാകരണമൊന്നും നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല. അങ്ങനൊരു കാര്യമുണ്ട്. ഒന്ന്, രോഗങ്ങളെ പ്രേമിക്കുന്നവരുണ്ട്, രോഗങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. അങ്ങനെ ഉണ്ടാവുമോ? ആരെങ്കിലും രോഗത്തെ ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടും. എടാ മോനെ, ആ കുഴമ്പ് ഇന്നെങ്കിലും മേടിച്ചുകൊണ്ട് തന്നെയാടാ, നീ ദിവസവും മുറക്കുകടാ, നീ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അമ്മയെക്കുറിച്ച് നിനക്ക് ഒരു വിചാരമില്ലല്ലോടാ. അന്നത് മേടിച്ചുകൊണ്ട് വരണമെന്ന് കരുതി നമ്മൾ പുറത്ത് വന്ന് തിരക്കൊക്കെ പെട്ട് തിരിച്ച് വീടിൻ്റെ പടി കയറാൻ പോകുമ്പോഴാണ് അയ്യോ ഇന്നും മേടിച്ചില്ലല്ലോ അമ്മയ്ക്കുള്ള കുഴമ്പ്. അന്നും കേട്ട് ചീത്ത. പിറ്റേ ദിവസം പോകുന്ന വഴി അല്ലെങ്കിൽ രാത്രി തന്നെ എടാ ദുഷ്ടാ, നിനക്കിപ്പോൾ അമ്മയെ വേണ്ട, നിനക്ക് അവള് വന്ന പിന്നെ അവളെ മതിയല്ലോ. അപ്പോൾ പിറ്റേ ദിവസം ഓർത്ത് വെച്ച് നമ്മൾ കുഴമ്പ് മേടിച്ചുകൊണ്ട് വന്ന് അമ്മയുടെ കാലിലൊക്കെ ഒന്ന് തടയി കൊടുത്തപ്പോൾ അമ്മയ്ക്കൊരു സുഖം. അമ്മയെ ഞാൻ അടുത്ത ഞായറാഴ്ച അമ്മയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയിക്കോളാം. അന്ന് ഞായറാഴ്ച അമ്മയെ കാറിലൊക്കെ ഒന്ന് കയറ്റി ഒന്ന് നഗരി ഇറക്കി രോഗിയെ കാണിച്ച് ഈ കാലുവേദന മാറ്റാമെന്ന് പറഞ്ഞാലുണ്ടല്ലോ കാരണക്കുറ്റിയുടെ അടി കൊള്ളും. ഈ കാലുവേദന ഉള്ളതുകൊണ്ടാണ് എൻ്റെ മോൻ വല്ലപ്പോഴെങ്കിലും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കണതും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണതും. ആ വേദന എവിടെയാണ് മാറിയാലോ കൊള്ളാം. ആ കാലുവേദന മാറ്റുന്നത് ഇഷ്ടമല്ല, അതവിടെ ഉണ്ടാവണം, അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഇങ്ങനെയുള്ള പല സൂത്രങ്ങൾ രോഗത്തിൻ്റെ പിന്നിലുണ്ട്. കടം കയറി ബാങ്ക് ജപ്തി ചെയ്ത് പോകുമെന്നായപ്പോഴാണ് ഒരു ദിവസം സ്ട്രോക്ക്. ഐസിയിലാണ്. ആരെങ്കിലും ഐസിയിൽ കയറി കടം കാശ് ചോദിക്കുമോ? ഒരു ശല്യമില്ല. ഇതേ ബാങ്കുകാർ വന്നുള്ളതൊക്കെ ജപ്തി ചെയ്ത് കൊണ്ടുപോയി. അപ്പം നാട്ടുകാരെന്താ പറയണേ? അയ്യോ പാവം, സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ ഐസിയിലായി, അയാളുടെ എല്ലാം കൊണ്ട് ബാങ്കുകാരും പോയി. അപ്പം അയാളുടെ തോൽവിക്ക് അയാൾക്കൊരു സഹതാപം കിട്ടുക. ഇതുപോലുള്ള പല പല നാടകങ്ങൾ രോഗിയുടെ മനസ്സിലുണ്ടാകും. അതുകൊണ്ട് ഏത് രോഗവും നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും, പക്ഷേ എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുക നടക്കില്ല. അയാളുടെ മനസ്സ്, കാലാവസ്ഥ, പാരമ്പര്യം, ഭൂപ്രകൃതി, ഭക്ഷണരീതി, ഇതെല്ലാം അതിൽ നിർണായകമായി തീരും.